കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. മതിൽ ചാടി അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി. ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ്. രാഹുൽ പറഞ്ഞോളൂ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർ. കിട്ടി. അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. കിടത്തിനകത്താണോ? ഗോവിന്ദചാമി പിടിയിൽ. കെട്ടിടത്തിനകത്ത് ഗോവിന്ദചാമിയുണ്ട്. എക്സ്ക്ലൂസീവായ കാട് മൂടി കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും. ഗോവിന്ദചാമി കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക്. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദചാമിയെ ഒളിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടുന്നത്. 2011 ട്രെയിനിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് ഒരു കുട്ടിയെ, സൗമ്യ എന്നൊരു പെൺകുട്ടിയെ കൊന്ന കേസിലെ കുറ്റവാളി ഗോവിന്ദചാമി ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടുന്നത്. ലോക്കട്ടൻ അത്രയേറെ സുരക്ഷയുള്ള 24 hours കുറ്റവാളികളെ മോണിറ്റൈസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഗോവിന്ദചാമിയെ പോലെ അതിക്രൂരനായ ഒരു കുറ്റവാളി സിമ്പിളായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു എക്സ്റ്റേണൽ ഹെൽപ്പില്ലാതെ ഗോവിന്ദചാമിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കില്ല. പല കോൺട്രവേഴ്സികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത്. അതിന് നടപടിക്രമങ്ങൾ എപ്രകാരമായിരിക്കും എന്നുള്ള അറിയില്ല. ഏതായാലും തക്കതായ ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറെ ആശ്വാസം തരുന്ന വാർത്തയാണ് ഗോവിന്ദചാമി പിടിക്കപ്പെട്ടു എന്നുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. അതിനായി എഫേർട്ട് എടുത്ത പോലീസുകാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വിട്ടുവീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, സുരക്ഷാ പിശകുകൾ സംഭവിച്ചിട്ടുണ്ടോ, നമുക്ക് പോലീസ് പരിശോധിക്കട്ടെ, ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും 5-6 മണിക്കൂറിന് ശേഷം കണ്ണൂരിൽ വെച്ച് തന്നെ ഗോവിന്ദചാമി പിടിയിലായി. കണ്ണൂർ തളാപ്പിലെ ഗോഡൌണിൻ്റെ അകത്തുള്ള കിണറ്റ് വെച്ചാണ് പിടിച്ചത്. ഗോവിന്ദചാമിയെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ കൈയാണ്. അദ്ദേഹത്തിന് ഇടത് കൈയിന് സ്വാധീനമില്ല. അത് കണ്ടിട്ടായിരിക്കും പക്ഷേ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്ര ഒരു ന്യൂനത അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കും? ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. ഇതിപ്പോൾ ഇങ്ങനൊരു അടയാളം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട് അതിനാരാണോ കാരണക്കാരായവർ അവർക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കണം. ഏതായാലും ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. ഇനിയുള്ള കാര്യങ്ങൾ ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് അത് പരിശോധിക്കണം. ഒരു എക്സ്റ്റേണൽ ഹെൽപ്പില്ലാതെ അദ്ദേഹം രക്ഷപ്പെടുമോ എന്നുള്ളത് സംശയകരമാണ്. ഏതായാലും അതിനെക്കുറിച്ചും ഒരു അന്വേഷണം ആവശ്യമാണ്. നന്ദി, നമസ്കാരം.